ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇവനെ ഞാൻ എവിടെയോ. അതെ ഗൈസ്, ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. ഈ ഒരു വരവിന്റെ ഉദ്ദേശം എന്താണ് എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. ഒത്തിരി നാളായി വീഡിയോ ഇട്ടിട്ട്, അപ്പം ഒരു വീഡിയോ ഇട്ടേക്കാന്ന് വിചാരിച്ച് ഇടുന്നാണിത്. പിന്നെ ഈ ഒരു വീഡിയോയുടെ സൗണ്ടും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ മൈക്കും ഇതൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും നാൾ വീഡിയോ ഒന്നും ഇടാത്തതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം മടിയാണ്. മടി കാരണമാണ് ഇത്രയും നാൾ ഞാൻ മെയിനായിട്ട് വീഡിയോ ഇടാത്തത്. എന്നും പറഞ്ഞിപ്പം മടി മാറിയത് കൊണ്ട് വീഡിയോ എടുക്കുന്നതൊന്നും അല്ല. എന്നാലും കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചിട്ട് ഇതെടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് വിടാന്ന് വിചാരിച്ചു. ആരെങ്കിലും കാണുമെന്നും കൂടെ നോക്കണമല്ലോ. പഴയതുപോലെ വ്യൂസ് വല്ലതും ഉണ്ടോ ഇല്ലയോ, അതോ കുറഞ്ഞോ കൂടിയോ, അതൊക്കെ ഒന്ന് അറിയാമല്ലോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് നേരത്തെ ഭയങ്കരമായിട്ട് വ്യൂസ് ഉണ്ടായിരുന്നു. എന്നാൽ അതും ഇല്ല. ഇപ്പം ആ വ്യൂസ് ഇപ്പം 100 ആണെങ്കിൽ ആ 100ൽ കൂടിയോ കുറഞ്ഞോ എന്നറിയാലോ. അതിന് വേണ്ടി ഒന്ന് ചുമ്മാ ഒന്ന് ടെസ്റ്റ് നോക്കാം. ഈ ഒരു വീഡിയോ ഒക്കെ ഹിറ്റ് ആവുകയാണെങ്കിൽ ഞാൻ ഇതങ്ങ് കണ്ടിന്യൂ ചെയ്യും. ഇതിന് മുന്നേ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ആർക്കെങ്കിലും ഒക്കെ ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായി കാണും, ഞാനിത് എവിടെ നിന്നാണ് ഈ ഷൂട്ട് ചെയ്യുന്നതെന്ന്. അതായത് ഇതുവരെ എൻ്റെ ഒറ്റ വീഡിയോയിൽ പോലും ഈ ബാക്ക്ഗ്രൗണ്ടും സെറ്റപ്പും ഈ ചെയറും ഒന്നും വന്നിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്കായിട്ടാണ് പറയുന്നത്. ഇതെൻ്റെ വീടല്ല, ഇത് ഓഫീസാണ്. ഓഫീസും അപ്പുറത്ത് മുറിയൊക്കെ ഉണ്ട്. അവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. അത് ഞാൻ വരുന്ന വീഡിയോകളൊക്കെ എടുക്കുമ്പോൾ അതിനകത്ത് കാണിക്കാം. ഇപ്പൊ ചിലർക്കെങ്കിലും തോന്നിക്കാനും ഇവനും ജോലിയൊക്കെ കിട്ടിയോ എന്നല്ലേ. അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതെ, എനിക്കും ജോലി കിട്ടി. ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടപ്പ് ആണ്. ഞങ്ങൾ കുറേ പേരോട് ഒരു 10-25 അതിൽ കൂടുതൽ ആൾക്കാരൊക്കെ ഉള്ള ഒരു സ്റ്റാർട്ടപ്പ് ആണ്. ഈ ഒരു സ്റ്റാർട്ടപ്പിൽ എന്താണ് പണിയെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഞങ്ങൾ ബിൽഡ് ചെയ്യുന്നത് ഒരു ആപ്പാണ്. ആ ആപ്പിന്റെ പേര് ബസ്ലർ എന്നാണ്. അത് നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതായത് ഇപ്പം നമുക്കൊരു സ്കില്ല് കാണുമല്ലോ, ആ സ്കില്ലിനെ എല്ലാം നമുക്ക് സർവീസ് ആയിട്ട് മാറ്റാം. സർവീസ് ആയിട്ട് മാറ്റുക മാത്രമല്ല, അതിൽ നിന്ന് നമുക്ക് ഏണിങ്സും ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും എല്ലാം ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. ആ ഒരു ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സ്കില്ലും അതെല്ലാം നമ്മൾ ആഡ് ചെയ്ത് അത് സർവീസ് ആയിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കാം. മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസ് വേണമെങ്കിൽ അതും ആ ഒരു ആപ്പിൽ കൂടെ നമുക്ക് ബുക്ക് ചെയ്യാം. ഏതായാലും വീഡിയോ കുറച്ച് പേര് കാണും, അപ്പം അവരെല്ലാം ഒന്ന് അറിയട്ടെ. കുറച്ച് പേര് അറിഞ്ഞ് ബാക്കി ആദ്യം കുറച്ച് പേര് അറിയും, പിന്നെ കുറച്ചുകൂടെ കൂടുതൽ അറിയും, അങ്ങനെ എല്ലാവരും അറിയും. അതാണല്ലോ നമ്മുടെ ഒരു രീതി. പിന്നെ ഈ ഒരു ആപ്പിനെ കുറിച്ച് എന്ത് ഡൗട്ട് വന്നാലും, അതിപ്പോൾ സർവീസ് ക്രിയേറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സർവീസ് ബുക്ക് ചെയ്യുന്ന എങ്ങനെ ആയിക്കോട്ടെ, എന്ത് ഡൗട്ട് വന്നാലും ഇതിനകത്തൊരു കമൻറ്റോ അല്ലെങ്കിൽ എൻ്റെ കോൺടാക്ട് ഇൻഫർമേഷനായ ബോട്ടിൽ കിടപ്പുണ്ടെന്ന് തോന്നുന്നു, ഉണ്ടെങ്കിൽ അതിനകത്ത് അയക്കുക. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യും. അതിനകത്തൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഡൗട്ടൊക്കെ ചോദിക്കാം. അതിന് എന്തായാലും റിപ്ലൈ തരും. അതല്ലെങ്കിൽ ഞാൻ കമ്പനിയുടെ മെയിലോ ഫോൺ നമ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടായിരിക്കും, ഓ ഇവനെ അപ്പോൾ ആപ്പിൻ്റെ പ്രൊമോഷനായിട്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇടുന്നതെന്ന്. അങ്ങനെയൊന്നുമല്ല, നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കാതിരിക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചാൽ നിങ്ങൾക്കൊരു നഷ്ടം ഉണ്ടായിരിക്കത്തില്ല, നിങ്ങൾക്ക് ഗുണം ഉണ്ടായിരിക്കത്തുള്ളൂ. അതിന് ഞാൻ ഗ്യാരണ്ടി. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞതല്ലേ, ആകെ 19 MB എങ്ങാണ്ടേ ഉള്ളൂ. ഒന്ന് ഉപയോഗിച്ച് നോക്ക്. ഇനി എങ്ങാനോ ആ ഒരു ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ബുക്കിംഗ് ഒക്കെ കിട്ടി, നിങ്ങളുടെ പ്രൊഫൈലൊക്കെ നല്ല രീതിയിലൊന്ന് ഗ്രോ ആയാൽ നിങ്ങൾക്കത് 4 ആളെ കാണിക്കുമെങ്കിലും ചെയ്യാം. പിന്നെ പറയുകയാണെങ്കിൽ സ്റ്റാർട്ടപ്പ് ലൈഫ് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ്. അതായത് നമ്മൾ വേറൊരു കമ്പനിയിലൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ മറ്റേ 9 to 5 ജോബ്, പിന്നെ അവരൊരു ടാസ്ക് തരും, അത് ഇത്ര ഒരു ടൈം ലൈൻ തന്നിട്ട് അതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെ കുറേ ഇതുണ്ട്. പിന്നെ അവിടെ സ്ട്രെസ്സ് കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ സ്റ്റാർട്ടപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അതായത് ഇവിടെ മറ്റേ ടാസ്ക് തന്ന് ഇത്ര മണിക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. അതായത് നമ്മളായിട്ട് ഇന്നോവേറ്റീവായിട്ട് പുതിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം നമുക്ക് തന്നെ ഒരു രസമില്ലേ, ആ ഒരു പരിപാടിയൊക്കെയാണ് ഇവിടെ. പിന്നെ ടൈമിംഗ് വരുന്നത് 9 to 5 ഒന്നുമല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും വർക്ക് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും വെറുതെ ഇരിക്കാം. അങ്ങനെ ഒരു ഇതാണ്. എന്നും പറഞ്ഞ് എപ്പോഴും ആരും വെറുതെ ഇരിക്കത്തില്ല. പിന്നെ മറ്റുള്ള ജോബുകളെ പോലെ മറ്റേ രാവിലെ എണ്ണീറ്റിട്ട് 9 മണിയാകുമ്പോൾ ഓഫീസിൽ ചെല്ലണം അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ഇതിപ്പം റൂമും അപ്പുറത്തായതുകൊണ്ട് നമ്മളിപ്പം 8:30 അല്ലെങ്കിൽ ചിലപ്പം 9 മണിക്കായിരിക്കും എണീക്കുക, എന്നിട്ട് നേരെ ഇങ്ങോട്ട് വരിക, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ ചെയ്യുക. അപ്പം അതൊക്കെ ഒരു രസമാണ്. ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ 9 to 5 ജോബ് ഭയങ്കര മോശമാണ് അങ്ങനെയൊന്നും അല്ല പറയുന്നത്. ബട്ട് സ്റ്റാർട്ടപ്പ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. പിന്നെ ഇനിയും എന്നെക്കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ ബിടെക് പഠനമെല്ലാം കംപ്ലീറ്റ് ആയി. അതല്ലാതെ പിന്നെ ഓഫീസ് കൊല്ലത്തായതുകൊണ്ട് ഞാൻ കൊല്ലത്താണ് സ്റ്റേ മൊത്തമെന്നല്ല, ആഴ്ചയിൽ തിങ്കൾ തൊട്ട് വെള്ളി വരെ. വെള്ളിയാഴ്ച ഞാൻ തിരിച്ചു വീട്ടിൽ പോകും. പിന്നെ ഈ ചാനൽ കാണുന്നവരൊക്കെ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം പലപ്പോഴും ഇതുപോലുള്ള വീഡിയോസൊക്കെ വരും, വേറെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസും എല്ലാം വരും. പിന്നെ എൻ്റെ വീട്ടിൽ ഇപ്പോൾ 2 കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഒന്ന് നോം തന്നെ, രണ്ടാമത്തത് എൻ്റെ ബ്രദറാണ്. പക്ഷേ ചേട്ടൻ എന്നെ കൂട്ടല്ല. അതായത് മാസത്തിലൊരു വീഡിയോ വർഷത്തിലൊരു വീഡിയോ അങ്ങനെയൊന്നുമല്ല, മിക്കവാറും വീഡിയോ ഇടും. അതുകൊണ്ട് ചേട്ടന് വ്യൂസും ഫോളോവേഴ്സും ഒക്കെ കൂടും. ഞാൻ വീഡിയോയും ഇതൊന്നും ഇടാത്തതുകൊണ്ട് ഒരു സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കുന്നു. ഏതായാലും ചേട്ടനൊരു എതിരാളിയായിട്ട് ഞാൻ മാറത്തില്ല. കാരണം ചേട്ടൻ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ടല്ലോ.
എനിക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടാനും ഉള്ള മടി കാരണം വീഡിയോ എടുക്കണം, കട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, ഇതൊക്കെ ഭയങ്കര പണിയല്ലേ. അപ്പം ഇത്രയും മെനക്കെടാൻ എനിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ ചേട്ടനൊരു എതിരാളി എന്തായാലും ഞാൻ ആവില്ല. പിന്നെ എൻ്റെ ചാനൽ തന്നെ ഹിറ്റ് ആവണമെന്നില്ല, ചേട്ടൻ്റെ ഹിറ്റ് ആയാലും മതിയല്ലോ, ചേട്ടനെ ഊറ്റി എനിക്ക് ജീവിക്കാമല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചേട്ടനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ കൊറോണ കാലത്തെങ്ങാനും കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഏത് ലെവലിൽ വന്നേനെ. ആർക്കെങ്കിലും തോന്നുന്നുണ്ടായിരിക്കും എന്തിനാണിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടേന്നല്ലേ. ഇതിപ്പം ഒരു റീ എൻട്രി എന്ന് വിചാരിച്ചാൽ മതി. കാരണം കുറേ നാളായിട്ട് ഇതിനകത്ത് ഒന്നും ഞാൻ ഇടാറില്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പം കുറച്ച് വീഡിയോസൊക്കെ ഇടും. അപ്പം അതിന് മുന്നോടിയായിട്ട് ഞാനൊരു ജസ്റ്റ് ഒരു വെൽക്കം വീഡിയോ ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ കിട്ടാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.